വേറൊരു രസകരമായ കഥ പറയാം. അല്പം ചട്ടമ്പിത്തരക്കുള്ള മനുഷ്യനായിരുന്നു റപ്പായി. റപ്പായി മരിച്ച് പരലോകത്തെത്തി. ഇപ്പൊ റപ്പായെ സ്വർഗത്തിലേക്ക് വിടണോ നരകത്തിലേക്ക് വിടണോ എന്ന് തീരുമാനിക്കാൻ ദൈവത്തിന്റെ ജോലിക്കാർ അയാളുടെ നന്മ തിന്മകളൊക്കെ തൂക്കി നോക്കാൻ തുടങ്ങി. അപ്പൊ എന്താ സംഭവിച്ചേ? റപ്പായി ചെയ്ത നന്മകളും തിന്മകളും ഒരേ അളവ്. പരലോകത്തെ ജോലിക്കാരെല്ലാം കൺഫ്യൂഷനായി. റപ്പായെ നരകത്തിലേക്ക് അയക്കാൻ കഴിയില്ല, സ്വർഗത്തിലേക്കും വിടാൻ കഴിയില്ല. ഒടുവിൽ ദൈവം പറഞ്ഞു, നരകത്തിന് മുകളിലൂടെ സ്വർഗത്തിലേക്ക് വളരെ ഇടുങ്ങിയ ഒരു പാലമുണ്ട്, റപ്പായി അതിലൂടെ നടക്കട്ടെ. നടന്ന് സ്വർഗത്തിലെത്താൻ സാധിച്ചാൽ റപ്പായിക്ക് അവിടെ ജീവിക്കാം. അങ്ങനെ റപ്പായി ആ പാലത്തിലൂടെ ശ്രദ്ധയോടെ നടക്കാൻ തുടങ്ങി. റപ്പായി ഇങ്ങനെ നടക്കുന്നുണ്ട്. സ്വർഗത്തിലുള്ള അയാളുടെ പരിചയക്കാരൊക്കെ റപ്പായി റപ്പായി നാർത്ത് വിളിച്ചിട്ട് കൈയടിക്കാൻ തുടങ്ങി. ഇത് കണ്ട റപ്പായിക്ക് ദേഷ്യം വന്നു. റപ്പായി അവരെ നോക്കിയിട്ട് കോൺസെൻട്രേഷൻ കളയിലട പട്ടികളെന്ന് പറഞ്ഞു. ദേ കിടക്കുന്നു. ആൾക്കാരെ ചീത്ത വിളിച്ചു എന്ന ഒരു തിന്മ റപ്പായിയുടെ അക്കൗണ്ടിൽ കൂടി. നന്മയേക്കാൾ കൂടുതൽ തിന്മ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ റപ്പായി നരകത്തിലേക്ക് വീണു. നമ്മളെപ്പോഴും നമ്മളുടെ ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണം. ചുറ്റുമുള്ളവർ പറയുന്നതൊന്നും ശ്രദ്ധിക്കാനും അതിന് മറുപടി പറയാനും നിൽക്കരുത്. അങ്ങനെ നിന്നു കഴിഞ്ഞാൽ ഇതുപോലെ കുഴിയിൽ വീഴും.